ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് സോർഡ് ആർട്ട് ഓൺലൈൻ എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 1. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരായാലും ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇതിനൊന്ന് ലൈക്ക് കൂടിയും ചെയ്യാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണുന്നത് ഒരാൾ കുറേ പേര് വിളിച്ചു എഴുതിയിട്ടുള്ളതാണ്. അയാൾ പറയാണ്, ഞാൻ വിളിച്ചപ്പോൾ വന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ പേര് ഡാവൽ. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ലോക്കൗട്ട് സെക്ഷൻ ഇല്ല, അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനൊരു വഴിയുമില്ല. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലെ ബോസിനെ ബീറ്റ് ചെയ്ത് എങ്ങനെയും ലാസ്റ്റ് ഫ്ലോറിൽ, അതായത് 100th ഫ്ലോറിലെത്തിയിട്ട് അവിടുത്തെ ബോസിനെ തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ ഗ്രൂപ്പും കൂടിയും ഇതിനുള്ള ഒരു ചെറിയ റിസർച്ച് നടത്തിയിരുന്നു. അതിൽ നമുക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. എങ്ങനെയും നമ്മൾ ആ ഗ്രൂപ്പിനെ തോൽപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം എന്ന് പറയാണ്. 6 ഗ്രൂപ്പ്സാക്കി തിരിക്കണം എന്നുകൂടി അവൻ പറയാണ്. എല്ലാവരും ഓരോരുത്തർക്ക് ഇൻവൈറ്റഡ് ആണ്. അതുപോലെ നമ്മുടെ കിറിറ്റോ വേറെ അടുത്ത് വന്നിട്ട്, നിനക്ക് ടീമൊന്നുമില്ലേ, നിനക്ക് ഗ്രൂപ്പിൽ ചേരുന്നു വേണമെന്ന് ചോദിച്ച് അതിന് അവളുടെ കൂടെ ഇൻവൈറ്റ് ഇട്ടെടുക്കുകയാണ്. അവളും ഗ്രൂപ്പിൽ ചേരാണ്. അവളാണ് നമ്മുടെ ഈ സീരീസിൻ്റെ മെയിൻ ഹീറോയിൻ. അവളുടെ പേര് അസുന എന്നാണ്. ആ സമയത്താണ് ഏതോ ഒരുത്തം വന്നിട്ട് അവിടെ കിടന്ന് കുറേയധികം ചിലക്കുന്നത്. ഞാനാണ് കിബാബ. നിങ്ങൾക്കറിയോ, 2000 പേര് ഇപ്പോൾ തന്നെ ഈ ഗെയിമിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരാൾ എക്സ്-ബീറ്റ ടെസ്റ്റ് ആയിട്ടുണ്ടോ? എക്സ്-ബീറ്റ ടെസ്റ്റ് ഇല്ലാതെ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ട് എന്ത് കാര്യം? നിങ്ങൾക്കാർക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യവും അറിയില്ല. നമുക്ക് പറഞ്ഞാകെ ചൊറിഞ്ഞു വരികയാണ്. ആ സമയത്ത് കുറച്ച് ബോഡികൾ എടുത്തമെന്ന് പറയാണ്, എൻ്റെ പേര് എജിയോ എന്നാണ്. നിനക്ക് എന്താണ് നീ പറയാനുള്ളതെന്ന് ചോദിച്ച് എൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പം പറയാണ്, ഇത് ഗൈഡ് ബുക്കല്ലേ എന്ന്. അപ്പോൾ എജി പറയാണ്, അതെ, ഇതൊരു ഗൈഡ് ബുക്കാണ്. ഞാനൊരു എക്സ്-ബീറ്റ ടെസ്റ്റ് ആണെന്ന് പറയാണ്. എക്സ്-ബീറ്റ ടെസ്റ്റാണ് മാത്രമേ ഈ ഗൈഡ് ബുക്ക് ഉണ്ടാവുള്ളൂ എന്ന കാര്യം നിനക്കറിയില്ലേ? ഞാനിത് നമ്മുടെ ലീഡറായിട്ടുള്ള ഡിയാവലിന് കൊടുക്കുകയെന്ന് പറഞ്ഞ് അവന് അവൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കിബാബയും അവൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. കിബാബയല്ല, കിബായോ. ഡേവല് ആ ഗൈഡ് ബുക്ക് എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നമുക്ക് ആദ്യം തോൽപ്പിക്കേണ്ട ബോസിൻ്റെ നെയിം ഇൽഫാങ് എന്നാണെന്ന് പറയാണ്. ഇൽഫാങ്ങിന് ഒരു കോടാലിയും ഒരു ബക്കറ്റുമാണ് ആയുധമായിട്ടുള്ളതെന്നും കൂടിയും അവിടെ നിന്ന് പറയാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ചർച്ച ചെയ്യാണ്. അതായത് നമുക്ക് ബോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ XP കിട്ടുമായിരിക്കില്ലേ എന്നൊക്കെ. ഡാബലും പറയാണ്, അതെ, നമുക്ക് ബോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ XP, അതുപോലെ കുറേ ഒബ്ജക്ട്സ്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള ലൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരാണ്. നാളെ രാവിലെ 10 മണിക്കാണ് നമ്മളെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടിയും ഡാബിൾ പറയാണ്. കിരട്ടൻ നോക്കുന്ന സമയത്ത് അസുന പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അതിനെല്ലാവരും വൈനും കാര്യങ്ങളൊക്കെ കുടിച്ച് ഹാപ്പി ആയിരിക്കുകയാണ്. ഇതൊരു ഗെയിം ആയതുകൊണ്ട് ഇവർക്ക് ഫുഡ് കഴിക്കണമെന്ന് എനിക്കറിയില്ല. അസുനാണ് ഇത് അത്ര ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ കൊള്ളാമെന്ന്. ആ സമയത്ത് കിറിറ്റോ അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് അസുന കുറച്ചങ്ങ് മാറി നിൽക്കുകയാണ്. കിറിറ്റോയും അവൻ്റെ ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്ന് കിറിറ്റോയും പറയാണ്. പക്ഷേ ഇത് വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയണവൻ. ആ സമയത്ത് അസുന അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവളുടെ ഫുഡിലാക്കുകയാണ്. അങ്ങനെ അവൾ അതെടുത്ത് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതൊരു ബണ്ണാണെന്ന്. അവൾ ആ ബണ്ണിൽ ആക്കി ആ സംഭവം വെച്ചൊന്ന് കഴിച്ചു നോക്കുകയാണ്. അവൾക്ക് നല്ലപോലെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളത് ഫുള്ള് അപ്പം തന്നെ കഴിക്കുകയാണ്. അവിടെ നിന്ന് കൊണ്ടിട്ട് പിന്നെ കാണിക്കുന്നത് രാവിലെ 10 മണിയായതും എല്ലാവരും ആ ബോസിനെ കൊല്ലാൻ വേണ്ടി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതാണ്. അവരുടെ കൂടെ തന്നെ ക്രിറ്റോയും അസുനയും ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത്, നീ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ക്രിറ്റോ ചോദിച്ചതും അവൾ മുന്നിൽ നടന്നു പോവാണ്. അങ്ങനെ എല്ലാവരും 2ാമത്തെ ഫ്ലോറിലേക്ക് നടന്ന് എത്തുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ജയിച്ചേ തിരിച്ചു വരാവൂ എന്ന് ഡേബിൾ പറയാണ്. അവൻ ആ വാതിൽ തുറക്കാണ്. അതിനുള്ളിൽ എല്ലാവരും കയറുന്ന സമയത്ത് പെട്ടെന്നാണ് ലൈറ്റ് ഒക്കെ ഓണാവാണ്. അങ്ങനെ അവിടേക്ക് അതായത് ഫസ്റ്റ് ബോസ് അങ്ങോട്ട് വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ 3 അവൻ്റെ സോൾജിയേഴ്സും ഉണ്ട്. നമ്മുടെ ഡാബിൾ എല്ലാവർക്കും ഓർഡർ കൊടുക്കുകയാണ്, പോയി ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ആ സോൾജിയേഴ്സിനൊക്കെ അടിച്ച് പരത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡാബിൾ ഓരോ ഗ്രൂപ്പിനോടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഓരോരുത്തരോടും അത് ചെയ്യ്, ഇത് ചെയ്യ്, ആ സോൾജിയറെ നോക്ക് എന്ന് കിറിറ്റോട് പറയണം. അങ്ങനെ കിറിറ്റോ ആ സോൾജിയറിനെ അടിക്കാൻ നോക്കിയതും അവൻ്റെ ഗ്രൂപ്പിലുള്ള അസുന ആ സോൾജിയറിനെ അടിച്ച് കൊല്ലുകയാണ്. അസുനൻ്റെ പവറൊക്കെ ഉണ്ട് കിറിറ്റോക്കും ഇംപ്രസീവാണ്. ആ സമയത്ത് ഇൽഫാങ് ആകെ ദേഷ്യം പിടിച്ചു വരാണ്. ആ സമയത്ത് ആ ഗ്രൂപ്പിലുള്ള ഒരുത്തൻ പറയാണ്, ഈ ബോസിനെ കാണാൻ ഈ ഗൈഡ് ബുക്കിലുള്ള അതേപോലെ തന്നെയാണല്ലോ എന്ന്.
സോ ആ സമയത്ത് ഡാബലും അതുപോലെ കിറിറ്റോയും അസുനയും ഒരു സമയത്ത് തന്നെ മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർ 3 പേരും അറ്റാക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഡാബലിനെ കണ്ട് കിറിറ്റോ ആ സൈഡിലുള്ള സോൾജറിനെ നോക്കുകയാണ്. അങ്ങനെ ഡാബൽ നേരെ ചെന്ന് ആ ബോസിനെ അടിക്കാൻ നോക്കിയതും പറ്റിയില്ല. പകരം ബോസ് അവനടിച്ചിട്ടാണ്. സോ ആ ബോസ് ബാക്കിയുള്ളവരെ അടിക്കാൻ നോക്കുന്ന സമയത്ത് കിറിറ്റോ നേരെ ചെന്ന് ഡാബലിനെ ചെക്ക് ചെയ്യാണ്. ഡാബലിന് ആ മെഡിസിൻ എടുത്ത് കൊടുത്തതും അത് എനിക്കല്ല നിനക്കാണ് ആവശ്യം, കാരണം നീ ഒരു ബീറ്റ ടെസ്റ്ററാണ്, പക്ഷേ ഞാനതല്ല എന്ന് ഡാബൽ പറയാണ്. സോ ഇവിടെ വെച്ച് നമ്മുടെ ഡാബൽ, അതായത് ഈ ഗ്രൂപ്പിൻ്റെ എല്ലാം ലീഡർ അവിടെ തീരാണ്. അങ്ങനെ ഈ ഡാബലിനുണ്ടായിരുന്ന ചെറിയ പവേഴ്സും കാര്യങ്ങളൊക്കെ കിറിറ്റോക്ക് അവൻ കൊടുക്കുകയാണ്. സോ ഈ സമയത്ത് കിറിറ്റോ ചിന്തിക്കുകയാണ്, ഞാനെങ്ങനെ സർവൈവ് ചെയ്യും, ഞാനെങ്ങനെ ഇവരെല്ലാവരും ഇനി രക്ഷിക്കുന്നു. സോ ഡാബൽ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും രക്ഷിക്കുന്ന എനിക്കൊരു വാക്ക് തരണമെന്ന്. സോ ആ വാക്ക് കൊടുത്തിട്ടാണ് കിറിറ്റോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. സോ അസുവിൻ അങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി നേരെ ചെന്ന് ആ ബോസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സോളായിട്ട് ഉപയോഗിക്കുകയാണ്. കിറിറ്റോ ചെന്നു, പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല. ബട്ട് അസുവിന് ചെന്നതും ഇൽഫാങ് അവളുടെ കോട്ടങ്ങ് മാറ്റാണ്. സോ അവൾ ആ ഇൽഫാങ്ങിനെയും അടിച്ച് നിൽക്കുകയാണ്. സോ അത് കണ്ട് കിറിറ്റോക്ക് ക്രഷ് അടിക്കുകയാണ്. സോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന പോലെയാണ്. സോ കിറിറ്റോ നേരെ ചെന്ന് അവനടിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ബട്ട് അസുവിൻ്റെ എല്ലാ അടിയും അതിന് കൊള്ളുന്നുണ്ട്. അങ്ങനെ കിറിറ്റോയും അവർ രണ്ടുപേർക്കും അടി കിട്ടി അവിടെ വീഴാണ്. അങ്ങനെ കിറിറ്റോൻ്റെ XP ഏകദേശം കുറഞ്ഞതും ആ ബോസ് അവൻ അടിക്കൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് XP ടെസ്റ്റർ എന്ന് പറഞ്ഞവൻ അത് തടയാണ്. സോ എല്ലാവരും ആ ബോസിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇത്രയും നേരം അവർ ആ സോൾജേഴ്സിനെ തീർക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു. സോ ഇപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായതുകൊണ്ട് തന്നെ കിറിറ്റോ അതിനെ അടിച്ചങ്ങിട്ടാണ്. അങ്ങനെ അവസാനത്തൊരടിക്ക് ആ രണ്ടുപേരും, അതായത് കിറിറ്റോയും അസുനിയും കൂടി പോയി നേരെ ആ ഫസ്റ്റ് ബോസിനെ അങ്ങ് തീർത്ത് കളിയാണ്. സോ ഇവരുടെ മിഷനിൽ ഫസ്റ്റ് ബോസ് തീർന്നിരിക്കുകയാണ്. ഇനി അവർക്ക് 99 ബോസുകളെയും കൂടി തീർത്താൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സോ അവരുടെ ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി വിജയിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ആവാണ്. ബട്ട് കിറിറ്റോ അവിടെ ആകെ തളർന്ന് നിൽക്കുകയാണ്. സോ അപ്പോൾ അതാ അവനൊരു മെസ്സേജ് വന്നു, അതായത് അവൻ അവസാനത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവന് ബോണസായിട്ട് എന്തൊക്കെയോ ഐറ്റംസ് കിട്ടുകയാണ്. സോ ആ XP ടെസ്റ്ററും അതുപോലെ അസുനിയും എന്ന് പറയുന്നത് നിൻ്റെ സോഴ്സ്മാൻ സ്പിരിറ്റ് കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവനോട് നിൽക്കുന്നതെന്ന്. ബട്ട് കിബാവോ എന്നേരത്തെ വന്നിട്ട് നീ വെറും ചീറ്ററാണ്, നീ ചീറ്റിങ്ങാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ആകെ അവിടെ ഒച്ചയും പാടും ഉണ്ടാക്കുകയാണ്. നീ ഡിയാബലിനെ കൊന്നു എന്ന് വിളിച്ചു പറയാണ്. നീ കാരണമാണ് ഡിയാബൽ മരിച്ചത്. നീ ഒരു ബീറ്റ ടെസ്റ്റർ ആയതുകൊണ്ട് തന്നെ നിനക്ക് എത്രയും നേരം എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, പക്ഷെ നീ ഞങ്ങളുടെ അടുത്ത് നിന്നെല്ലാം അത് മറച്ചു വെച്ചു. നിനക്കറിയാം ആ ബോസിൻ്റെ എല്ലാ അറ്റാക്സും അറിയാമായിരുന്നു, പക്ഷെ നീ അത് മറച്ചു വെച്ചു എന്നൊക്കെ വിളിച്ചു പറയാണ്. സോ അവന് ഡിയാബൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ ഇവൻ പറയുന്നത് കേട്ട് ആകെ ദേഷ്യം വരികയാണ്. സോ അസുനിയും അതുപോലെ തന്നെ ആ XP ടെസ്റ്ററും കൂടിയും ആ കിബാവിനോട് അടങ്ങാൻ പറയാണ്. നീ ചിന്തിക്കാതെയാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന് പറയാണ്. നീ ഒരു ബീറ്റ ടെസ്റ്ററാണോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. സോ അവിടേക്ക് കിറിറ്റോ നടന്നു വരികയാണ്. അതെ, ഞാനൊരു ബീറ്റ ടെസ്റ്ററാണ്. സാധാരണ മണ്ടന്മാരായ ബീറ്റ ടെസ്റ്ററെ പോലെയല്ല, എനിക്ക് വളരെയധികം ബുദ്ധിയുണ്ട്. ഞാൻ എല്ലാവരെക്കാളും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഞാൻ ഇവിടെയുള്ള എല്ലാ ഫ്ലോറുകളും കടന്ന് 99ാമത്തെ ഫ്ലോറിൽ നിന്ന് തിരിച്ച് താഴത്തേക്കിനെ വന്നാണ്. ഞാൻ എല്ലാ ബോസുകളുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെ പറ്റില്ല എല്ലാ കാര്യങ്ങളും അറിയാം. സോ അതിനൊക്കെ ദേഷ്യം കടിച്ച് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് കിബാവോ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. സോ ഇത് ഇത്രയും ദേഷ്യം വന്നിട്ടാണ് കിറിറ്റോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അത് കിബാവോ വിശ്വസിക്കുകയാണ്. കിബാവോ പറയാണ്, നീ ഇത്രയും വലിയ ചതിയനായിരുന്നോ എന്നൊക്കെ. സോ അസുനിയും കിറിറ്റോൻ്റെ കൂടെ പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ എൻ്റെ പേരറിയാം, നീ എൻ്റെ പേര് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വിളിച്ചതെന്ന്. സോ കിറിറ്റോ പറയാണ്, ഗ്രൂപ്പിൽ ചേരുന്ന സമയത്ത് നിൻ്റെ HPയുടെ സൈഡിൽ തന്നെ അസുന എന്ന് എഴുതി കാണിക്കും എന്ന് പറഞ്ഞ് അവനത് കാണിച്ചു കൊടുക്കുകയാണ്. ഓ സോറി എന്ന് അസുനയും ആകെ ചമ്മിപ്പോയ പോലെ പറയാണ്. സോ ഇവിടെ വെച്ച് സോഡ് ആർട്ട് ഓൺലൈൻ എന്ന ആനിമി സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 2 അവസാനിക്കുകയാണ്. സോ ഞാനിനി ചെയ്യുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമിയുടെ എപ്പിസോഡ് 3 ആയിരിക്കും. സോ അതിന് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. സോ ഇനി ആ എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.